അലാമത്തു സഅദ, വിജയികളുടെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കാൻ. അവസാനം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അയ്യകൂന മുഹഫിളൻ അല സ്വലവാത്തിൽ ഖംസ്, 5 വഖത്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വല്ലാത്ത ശ്രദ്ധയായിരിക്കുമെന്ന്. 5-മത്തത് അയ്യകൂന വരിഅൻ ഫീമാ ഖല്ല ഔ കസുറ മിനൽ ഹറാമി വശുബ്ഹാതി. ഈ നല്ല മനുഷ്യർ, മുത്തഖീങ്ങൾ, അവർക്കുള്ള പ്രത്യേകത നോക്കൂ, അവർ വല്ലാതെ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. സൂക്ഷ്മത പുലർത്തുന്നതാണ് ഹറാമിൻ്റെ വിഷയത്തിൽ. ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത ശുബ്ഹത്തിൻ്റെ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പുലർത്തുന്നവരാണ് മുത്തഖീങ്ങൾ. അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇതിൽ ഇന്ന് നമ്മ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് പലിശ എന്നുള്ളത്. പല രീതിയിലും പല സാഹചര്യത്തിലും നമ്മ പലിശ തേടിയെത്തും, ഇല്ലേ? പല രീതിയിലുമാണ്. ഇപ്പോൾ ഒരു രൂപം സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെച്ചാൽ പെര കയറ്റാനുള്ള പൈസ കിട്ടും എന്നുള്ളൊരു ധാരണ. എന്നിട്ട് പലിശ എടുത്തിട്ട് ആ പലിശക്ക് വീട് കയറ്റുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മളാരും പലിശയുമായി ബന്ധപ്പെടരുത്, പരമാവധി. അല്ല, ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടാത്ത ജീവിതം നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചില്ലയോ, ലയഅതിയന്ന അലന്നാസി സമാനുൻ ലാ യുബാലിൽ അൽമർഉ ബിമാ അഖദൽ മാല അമിൻ ഹലാലിൻ അം മിൻ ഹറാം. അവസാന കാലത്ത് എൻ്റെ ഉമ്മത്ത്, ജനങ്ങള് നേരിടുന്ന ഒരു പ്രശ്നം അതെന്താ? അവർ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ അവരുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. ആ ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കണം. നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് വരാനുണ്ട് അവിടെയാണ്. ഞാൻ ഹലാലും ഹറാമൊന്നും നോക്കൂല എന്നതാണ് സിസ്റ്റമെങ്കിൽ അതുകൊണ്ടുള്ള മുസീബത്ത് എന്താണ് നമ്മൾ നോക്കണം. നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാകും. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾ നന്നായി തീരുക എന്നാണ്. മാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി എന്നല്ലേ? ഹറാമിൽ നിന്ന് മുളച്ച ഒന്ന് അത് പിന്നെ ഒടുക്കാ പിന്നെ പോക്ക് നരകത്തേക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ഈ ഹറാമിന്റെ പലിശന്റെ സമ്പത്ത് കൊണ്ടിട്ട് എന്ത് ചെയ്തിട്ടെന്താ? അള്ളാഹു കബൂലാക്കൂല. പലിശന്റെ സമ്പത്തുണ്ട്, എന്നിട്ട് അതുകൊണ്ടൊരു നല്ലൊരു പള്ളിയാണ് നിർമ്മിച്ചു, അള്ളാഹു കബൂലാക്കോ? സ്വീകരിക്കൂല. പലിശന്റെ മുതലുണ്ട്, അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് നല്ല കിച്ചൺ ഉണ്ടാക്കി കൊടുത്തു, അള്ളാഹു കബൂലാക്കോ? അള്ളാഹു കബൂലാക്കൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അള്ളാഹു നല്ലതല്ലാതെ സ്വീകരിക്കൂല. അള്ളാഹു നല്ലതല്ലാതെ സ്വീകരിക്കൂല. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് ചില ആളുകളുടെ അവസ്ഥ എന്താണത്? അവര് യമുദ്ദു യദൈഹി ഇലസ്സമാഇ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കും. കൈ മേൽപോട്ട് ഉയർത്തിയിട്ട് യാ റബ്ബ്, ഓ എൻ്റെ റബ്ബേ, എന്നെ രക്ഷപ്പെടുത്തണേ, എൻ്റെ ബുദ്ധിമുട്ട് നീക്കണേ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കും. എന്നാലോ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം. ഈ ദ്വാരക്കുന്ന ആളുടെ മത്അം, ഭക്ഷണ സാധനം ഹറാമാണ്, പലിശ കൊണ്ട് കിട്ടിയ സാധനം ഭക്ഷിക്കണം. അതുപോലെ വമശ്റബുഹു ഹറാം, അവർ കുടിക്കുന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അവർ ധരിച്ചിരിക്കുന്നത് ഹറാമാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ആ വസ്ത്രം ധരിച്ച് പിന്നെ നിസ്കരിച്ചാൽ അല്ലാഹു നിസ്കാരം സ്വീകരിക്കോ? അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമോ? അവൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ റസൂലുള്ളാഹി പറയാണ്, ഫഅന്നാ യുസ്തജാബു ലഹു. ഓനാ ദുആക്ക് എവിടുന്ന് ഉത്തരം കിട്ടാനാ? കാരണം ഓന്റെ മത്അമും ഓന്റെ മൽബസും എല്ലാം ഹറാമാണ്. ഈ മനുഷ്യൻ ദ്വാരുന്നാൽ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ അബൂ ഹനീഫ ഇമാമ് ഒരാൾക്ക് കടം കൊടുത്തു. ഇന്ന് കടം കൊടുക്കാൻ പേടിയാ, അല്ലേ? കടം കൊടുത്താൽ തിരിച്ചിട്ടൊന്നും ഇപ്പോൾ ആരും കടം കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ വട്ടിപ്പലിശക്കാർ ഉഷാറായി. വട്ടിപ്പലിശക്കാർ ഉഷാറായത് എന്താണ്? ഇപ്പൊ കടം കൊടുക്കാൻ എല്ലാവർക്കും പേടി. കാരണം കൊടുത്ത കടം തിരിച്ചു കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ആരും കടം കൊടുക്കൽ നിർത്തി. അപ്പൊ പലിശക്കാർ ഉഷാറായി, പല സ്കീമുകൾ ഉണ്ടാക്കാൻ.
പല മോഡലും ഉണ്ടാക്കുകയാണ്. എന്നിട്ട് എല്ലാവരും സ്വാധീനിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മൾ ആരും അതിൽ പെട്ടുപോകാൻ പാടില്ല. അബൂ ഹനീഫ ഇമാമ് കുറച്ച് പൈസ ഒരാൾക്ക് കടം കൊടുത്തു. അവധിയും പറഞ്ഞു, ഇന്ന ദിവസത്തിന് തിരിച്ച് ഞാൻ തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞ ഡേറ്റ് സാധനം കിട്ടില്ല, പറഞ്ഞ ഡേറ്റിന് പൈസ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അബൂ ഹനീഫ ഇമാമ് ആ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് നട്ടുച്ച നേരാണ്. അബൂ ഹനീഫ ഇമാമ വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അബൂ ഹനീഫ ഇമാമിനോട് ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കയറുന്നില്ലെങ്കിലും ഒന്ന് ആ വീടിനോട് ചാരിയിരുന്നാൽ നിങ്ങൾക്ക് തണല് കൊള്ളാമല്ലോ, എന്തിനാണ് നീ നട്ടുച്ചക്ക് വെയിലത്ത് നിൽക്കുന്നത് എന്ന് അബൂ ഹനീഫ ഇമാമിനോട് തിരിച്ച് ആ കടം കൊടുക്കാനുള്ള മനുഷ്യൻ പറഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ. എന്താ അത്? ആ തണല് അനുഭവിക്കലോടുകൂടെ, ആ തണല് ഞാൻ അനുഭവിച്ചാൽ നിന്നിൽ നിന്ന് കടം തരാനില്ല, നിന്നിൽ നിന്ന് ഒരു മൻഫഅത്ത് സ്വീകരിക്കലാകൂലേ. കുല്ലു ഖർളിൻ ജറ മൻഫഅത്തുൻ ഫഹുവ റിബ എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കടം കൊടുത്ത ആളിൽ നിന്ന് വല്ല മൻഫഅത്തും സ്വീകരിക്കല് അത് റിബയിലേക്ക് എത്തുമെന്നല്ലേ. അതുകൊണ്ട് നോക്കൂ, ആ കടം ഇങ്ങോട്ട് തരാനുള്ള മനുഷ്യന്റെ, കടം കൊടുത്ത മനുഷ്യൻ തിരിച്ച് സാധനം തരുന്ന ആ മനുഷ്യന്റെ വീടിന്റെ ഒരു തണൽ അനുഭവിക്കുന്നത് അത് വേണ്ട, അതൊരു മൻഫഅത്ത് റിബയിലേക്ക് എത്തിപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് മഹാനായ അബൂ ഹനീഫ ഇമാമ മാറി നിന്നു എന്ന ചരിത്രങ്ങൾ കാണാം. ചരിത്രങ്ങൾ ഒട്ടനവധിയുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളാരും പലിശ തൊടാനൊന്നും പാടില്ല. മഹാന്മാര് പഠിപ്പിച്ചു, മുത്തുനബി പഠിപ്പിച്ചു, 33 വ്യഭിചാരം ചെയ്യുന്നതിനേക്കാളും വലിയ ഗൗരവമാണ് ഒരൊറ്റ രൂപ പലിശയിലൂടെ നമ്മുടെ കീശയിലേക്ക് എത്തലേ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, നമ്മളൊക്കെ ഫുള്ള് സമയം ഇപ്പം ബാങ്കുമായിട്ടാണ് ബന്ധം. ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സുകളിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പലായിൽ ഓതി പഠിക്കുന്ന സമയത്ത് സീനിയർ വിദ്യാർത്ഥിയാകുമ്പോൾ എന്നെ പരിചയത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 25,000 റുപ്യ ഉണ്ട്. 25,000 റുപ്യ. പക്ഷെ 25,000 എൻ്റെ പൈസ അല്ല, ഞാൻ പിന്നെ പൈസ ഇട്ടപ്പോൾ അതിന് പലിശ കിട്ടിയതാണ്, ബാങ്കുകാർ തന്നതാണ്. ആ 25,000 രൂപ ചെലവഴിക്കാതെ തൻ്റെ അക്കൗണ്ടിൽ തന്നെ വെച്ച ആ മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് പറയും? നമ്മളാണെങ്കിൽ ആ 25,000 എന്താ ചെയ്യുക? ഞാൻ എന്നോട് ആലോചിച്ച, നിങ്ങളോട് ചോദിച്ചു നോക്കി. ഒരു 25,000 പലിശന്റെ പൈസ വന്നിക്കണ് അക്കൗണ്ടിൽ, അറിയാതെ എടുക്കുവോ? എടുക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരുമാറാവട്ടെ. അള്ളാഹു നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മനുഷ്യൻ എടുത്തിട്ടില്ല. ഇനി ഈ പൈസ എന്ത് ചെയ്യാ എന്നാണ് ചർച്ച. മഹാന്മാര് പറഞ്ഞു, അത് ചില ആളുകൾ അത് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ, എന്നിട്ട് പിന്നെ ഓലയും കൂടി മടക്കാക്കാനോ. ആ സാധുക്കൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക. എന്നിട്ട് ആ പാവങ്ങൾക്ക് കൊണ്ടുപോയി ഈ പൈസ കൊടുത്തിട്ട് അവരും കൂടി ഹറാമ് ജീവിക്കണോ? അവർ കൊടുക്കാൻ പാടില്ല. പിന്നെ പൊതുവായിട്ട് നടക്കുന്ന വല്ല ബാത്റൂം ഉണ്ടാക്കാനൊക്കെ അങ്ങാടിയിൽ ഒരു ബാത്റൂം ഇല്ല, എന്നാ പിന്നെ ഇൻഷാല്ലാ ആ പൈസ കൊണ്ട് ഒരു ബാത്റൂം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും ഉപയോഗിച്ചോട്ടെ. അല്ലെ റോഡ് ഉണ്ടാക്കുന്നുണ്ട്, ആ റോഡുകൾ കൂടി കൊടുക്കല്ല, ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ട് ആ മനുഷ്യന് ഹറാമ് കഴിപ്പിക്കരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ മഹ്ശറയിലേക്ക് ആളുകളെ വിളിക്കപ്പെടുമ്പോ പല ആളുകളും പല രൂപത്തിലുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. വബഅദുഹും അലാ സൂറത്തുൽ ഖിൻസീർ അലാ സൂറത്തുൽ ഖനാസീർ. ഒരു വിഭാഗം വരുന്നത് പന്നികളുടെ രൂപത്തിലാണ്, ഖിൻസീറിന്റെ രൂപത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആരാണ് ആ വിഭാഗം എന്നറിയോ? പന്നികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവര് നല്ല സ്ഥലത്ത് അവരെ കാണാൻ കഴിയൂല. ഏറ്റവും ചീഞ്ഞാറുന്ന സ്ഥലത്ത് ഏറ്റവും മോശമായ ഭക്ഷണം കഴിക്കുന്നവരാണവർ. ചീഞ്ഞ ഭക്ഷണം കഴിക്കുന്നവരാണ്. ചീത്ത സ്ഥലം എവിടെയാണോ അവിടെയാണ് പന്നികൾ ഉണ്ടാവുക. ഇതുപോലെ ഭൂമിയിൽ വെച്ചിട്ട് ഹറാമായ ഭക്ഷണം കഴിച്ചവര്, ചീത്ത ഭക്ഷണം കഴിച്ചവര്, പലിശ കഴിച്ച ആളുകൾ അള്ളാഹു നാളെ കൊണ്ടുവരപ്പെടുന്നത് ഖിൻസീറിന്റെ രൂപത്തിലാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ല മനുഷ്യരുടെ അടയാളം എവിടെന്ന് സമ്പാദിച്ചു എന്നതും സമ്പാദിച്ചത് ഹലാലാണോ ഹറാമാണോ എന്നത് കൃത്യമായ ബോധ്യമുള്ളവരാണവർ, സൂക്ഷ്മതയുള്ളവരാണവർ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ആ രൂപത്തിൽ സമ്പാദിക്കാനും
നല്ല രീതിയിൽ നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് അവരെ പോറ്റാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്കുള്ള അടയാളങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആ നല്ല സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ നോറ്റ നോമ്പ് നീ കബൂലാക്കണേ റഹ്മാനെ. നേരത്തെ ഒരു കുട്ടിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ LSSന്റെ പരീക്ഷ എഴുതാണ്, നിങ്ങൾ ദ്വാരക്കണമെന്ന്. അതുപോലെ നമ്മളിവിടെ പഠിക്കുന്ന ഒരു കുട്ടി USS എഴുതുന്നുണ്ട്. അള്ളാഹു ആ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ റഹ്മാനെ. നാളെ പരീക്ഷ നടക്കുമ്പോൾ പഠിച്ചതൊക്കെ നല്ല ഓർമ്മയിൽ കൊടുക്കണേ റഹ്മാനെ. നല്ല ഭാവിയുള്ള മക്കളാക്കണേ റഹ്മാനെ. അങ്ങനെ SSLC എഴുതുന്ന പരീക്ഷ എഴുതുന്ന ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇനി അവർക്കൊക്കെ വിജയം നൽകണേ അല്ലാഹ്. ഇന്നലെ നമുക്ക് കുട്ടികൾക്കുള്ള നോമ്പ് തുറയുണ്ടായിരുന്നത് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ഇന്നും അതുപോലെ നോമ്പ് തുറ അങ്ങനെ തന്നെയായിരുന്നു. പടച്ച റബ്ബേ, ആ മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ഖബർ നീ സ്വർഗ്ഗാക്കി കൊടുക്കണേ റഹ്മാനെ. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട്, ഇഫ്താറിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന്റെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയവർക്ക് ഹളറത്തിലേക്ക് അതിന്റെ മിസ്ൽ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. റമളാൻ തുടക്കം മുതൽ ഇതുവരെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. തറാവീഹിന് ശേഷം നമുക്കൊരു സന്തോഷത്തിന് വെള്ളം തരുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരിതൊക്കെ നൽകുന്നത് ആഖിറത്തിൽ വലിയ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പടച്ച റബ്ബേ ഈ പരിശുദ്ധമായ റമളാനിൽ അവരും ഞങ്ങളും ചെയ്യുന്ന അത്തരം ഖൈറാത്തുകളെ ഇരട്ടി പ്രതിഫലത്തോടുകൂടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين ببركتك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.